ഹലോ അസ്സലാമലൈക്കും. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആലു പൊറോട്ടീനെക്കാട്ടിന് ടേസ്റ്റാണ്. നമ്മൾ ഒരു കപ്പ് മുതിര തലേ ദിവസം കുതിർത്താനായിട്ട് ഇട്ടതാണ് കേട്ടോ. മുതിരയാണ്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമുക്കിത് ഏത് നേരത്തും കഴിക്കാൻ പറ്റും. ഇനി നമുക്കിത് മുങ്ങിക്കിടക്കണമെന്ന് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. 4 വിസിൽ ഞാൻ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടും. രാവിലെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇതേപോലെ 2 ബൗൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇത് കപ്പിന് അളന്നെടുക്കുകയാണെന്ന് വെച്ചാൽ 3 കപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കപ്പിൽ തന്നെ നമുക്ക് വെള്ളം അളന്നെടുക്കാം. പിന്നെ ഞാനിതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഓപ്ഷനിലാണ്. നെയ്യാവുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റും കിട്ടും കേട്ടോ നമ്മുടെ ചപ്പാത്തിക്ക്. അപ്പോൾ ഇതാ നമ്മൾ ഇത് കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്, നെയ്യും ഉപ്പൊക്കെ പാടെ. പിന്നെ നമ്മൾ 1 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 പാത്രം വെള്ളം നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അത് മതിയാവും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തെളിച്ച് കൊടുത്താൽ മതി. 1/4 പാത്രം വെള്ളമാണ് കേട്ടോ നമുക്ക് കറക്റ്റ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നല്ലോണം മിക്സാക്കിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും, വലിയവർക്കും മുതിർന്നവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമുക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ ആഴ്ചയിൽ 1 തവണ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം, അധികം നേരമൊന്നും പിടിക്കൂല. ആലു പൊറോട്ടയെക്കാണ്ടിലൊക്കെ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല പപ്സ് പോലെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഞാൻ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നില്ല. അപ്പോൾ അതാ നമ്മളിതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. 1 മിനിറ്റൊക്കെ കുഴച്ചാൽ മതി, 1-1.5 മിനിറ്റൊക്കെ കുഴച്ചാൽ മതി കേട്ടോ. കൂടുതൽ നേരം ഒന്നും കുഴക്കണ്ട. നമ്മൾ നെയ്യ് ചേർത്തുകൊണ്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നെയ്യ് ചേർത്തുണ്ടാക്കുമ്പോൾ നമ്മുടെ മാവിന് എളുപ്പത്തിൽ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ഒന്ന് 1 മിനിറ്റ് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആകാൻ തരത്തിലൊന്നും ഞാൻ കുഴച്ചെടുക്കണില്ല കേട്ടോ. എനിക്ക് കുഴക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ഒന്നല്ല, എന്നാൽ ഒന്ന് ഒതുക്കി എടുത്തിട്ടുമുണ്ട്. കണ്ടല്ലോ, അതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കയ്യിലൊരു എണ്ണ ആക്കിയിട്ട് ഇതിൻ്റെ മേലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ഹാർഡായി പോവാണ്ടിരിക്കാനാണ് കേട്ടോ. എന്നിട്ട് 1/2 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ നേരം ഒന്നും വെക്കേണ്ട. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ വിസിലടിച്ച് 4 വിസിലൊക്കെ അടിച്ച് എയറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളിത് തുറന്നെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കറക്റ്റായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. വെള്ളം കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് കുറച്ച് വെള്ളം നമുക്ക് ഊറ്റി മാറ്റാം കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ തലേ ദിവസം കുതിർത്തായിട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ഇത് സൂപ്പ് പോലെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. എന്നിട്ട് ഇതാ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കേട്ടോ. ഓപ്ഷനിലാണ് നെയ്യ്, നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ പാനിൽ എല്ലായിടത്തും ചുറ്റി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം കുറച്ച് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, നമ്മൾ ശർക്കര അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. 1/2 കപ്പ് ശർക്കരയും നമ്മൾ എടുത്തിട്ടുണ്ട്. ശർക്കരപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ശർക്കരയിൽ കല്ലുള്ളതാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് അലിയിപ്പിച്ചെടുത്ത് അരിച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർക്കണ്ട കേട്ടോ. എന്താണ്, പിന്നെ ഈ ഷുഗറും പ്രഷറൊക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ ശർക്കര ചേർക്കാണ്ട് വെറും തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് നമ്മൾ ശർക്കര ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 മുറി തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ശർക്കര മധുരം വേണ്ടാത്തവർക്ക് വെറും തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയുടെ ഇതൊക്കെ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർത്ത് കൊടുക്കണില്ല, ഇവിടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സാക്കുക. അപ്പോൾ കണ്ടല്ലോ, വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. വെള്ളം പാടില്ല കേട്ടോ, വെള്ളമയം പാടില്ല, ഇതുപോലെ വേണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാനായി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ് കണ്ടല്ലോ. ഇനി നമ്മൾ 2 പാട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് നീളത്തിലാക്കി എടുത്തിട്ട്
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈദ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കട്ടെ. മൈദ വെച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്, പക്ഷേ ഹെൽത്തി ആവില്ല. നമുക്ക് വെറും ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ എപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടി തന്നെ എടുക്കുക കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മുതിരൊന്നും കുട്ടികൾ കഴിക്കൂല. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിച്ചോളൂ കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടത്തോടെ അവർ കഴിച്ചോളും. നമ്മൾ ഓരോ ഉരുളെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പരത്തിയെടുക്കാൻ എളുപ്പത്തിന് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നേരെ വേഗത്തിൽ പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. എനിക്ക് അത്ര വട്ടത്തിലൊന്നും ചപ്പാത്തി കിട്ടൂല കേട്ടോ. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വട്ടത്തിലൊരു ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ അരിപ്പൊടി ഇട്ടെടുക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കൂല, വേഗത്തിൽ പരന്ന് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റുകളും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള വീഡിയോസുകളാണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ അരിപ്പൊടി ഇട്ടെടുക്കുമ്പോൾ അതുപോലെ എത്ര വേണമെങ്കിലും കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് മുറിച്ചതിൻ്റെ ശേഷം ആണ് ചെയ്യേണ്ടത്. അത് ഞാൻ എൻ്റെ ഒന്ന് തെറ്റുപറ്റിയതാണ് കേട്ടോ. ആദ്യം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തു, എന്നിട്ടാണ് മുറിച്ചെടുത്തത്. അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ് അത്യാവശ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ആ സൈഡിൽ ഇട്ടിട്ട് മറിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അതെനിക്ക് ആദ്യം ബോധം വന്നില്ല കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന്. അടുത്തത് ഞാൻ നേരെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇങ്ങനെ മടക്കി എടുക്കാം. കണ്ടല്ലോ, അപ്പോൾ നമുക്ക് നല്ല ലെയറായിട്ടും കിട്ടും, നല്ല അതിലും കിട്ടും കേട്ടോ. ഇനി നമ്മളിത് ഒന്നുകൂടി പരത്തിയെടുക്കാം കേട്ടോ. ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് പരത്തിയെടുക്കാം ചെറുതായിട്ട് കൂടി. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, പതിയെ പരത്തിയെടുത്താൽ മതി. ഫില്ലിങ് പുറത്തേക്കൊന്നും പോവില്ല, 2-3 ലെയർ ഉണ്ടാവുകൊണ്ട് അതിച്ചിട്ട് നല്ല അമർത്തി പരത്തിയെടുക്കും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിൻ്റെ വക്കൊന്ന് വേണമെങ്കിൽ ഒന്നുകൂടി പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് എത്ര നേരം വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ മധുരം ഇട്ടിട്ടും മധുരം ഇല്ലാണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുട്ടികൾക്കായതുകൊണ്ടാണ് മധുരം ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തത്. കണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്. അവർക്ക് ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അടുത്തത് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഞാൻ നേരത്തെ കാണിച്ചതിനേക്കാളും എളുപ്പം ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇവിടെ ഒരു വര വീഴില്ല. ആ വരയുടെ ഇപ്പുറത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങൊക്കെ അത്യാവശ്യം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഒരു 2 ടേബിൾ സ്പൂണോ 2.5 ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുക്കുക. ഇതിൽ കൊള്ളണതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് മടക്കി കൊടുക്കാം. അപ്പം നമുക്ക് എളുപ്പത്തിൽ മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ടൊന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മടക്കിയെടുക്കാം. ഇനി ഈ ഭാഗം ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ആക്കിയെടുക്കാം. നേരത്തെ എനിക്കത് അബദ്ധം പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്താൽ മതി നിങ്ങൾ. എന്നിട്ട് ഇതൊന്നുകൂടി നമുക്ക് പരത്തിയെടുക്കാം. ഇത് എണ്ണയിലിട്ട് പൊരിച്ച് കഴിക്കുകയെന്ന് വെച്ചാൽ നല്ല ക്രിസ്പിയോടെ കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ നെയ്യ് ചേർത്തിട്ട് കുഴച്ചെടുത്തോണ്ട് വേഗത്തിൽ ക്രിസ്പി ആയി കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ക്രിസ്പി ആയിട്ട് നല്ല പപ്സൊക്കെ പോലെ കഴിക്കാനാണ് ഇഷ്ടം, നല്ല എണ്ണയിലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ അങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ എണ്ണ അതാക്കണില്ല, പക്ഷെ ഞാൻ നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഒരു 3 എണ്ണം നമ്മൾ പരത്തി വെച്ചതിന് ശേഷം ഓരോന്നൊന്ന് ചുട്ടെടുക്കുക. ചുട്ടെടുക്കുന്നതിനനുസരിച്ച് നമുക്കിത് പരത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. എളുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാതെ. എല്ലാതും ഒന്ന് പരത്തി വെച്ചിട്ടല്ല ഞാൻ ചുട്ടെടുക്കൽ. ഒപ്പം ചുട്ടെടുക്കുന്നതിനനുസരിച്ച് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്.
അപ്പോൾ അതാ നമ്മൾ 3 എണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കായതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് എടുക്കണം, നമുക്ക് ഈവനിങ് സ്നാക്സൊക്കെ ആക്കി എടുക്കുകയാണെന്ന് വെച്ചാൽ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട, ഒന്നും കൂടി ചെറുതാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് മുതിർന്നവർക്ക് മധുരം ഇല്ലാണ്ട് എണ്ണയൊന്നും തടവാണ്ട് ചുട്ടെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ 2 പുറം ഞാനിതുപോലെ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ആക്കിയിട്ടാണ് കേട്ടോ ഇതുപോലെ ആക്കി കൊടുക്കണം. കൂടുതലൊന്നും ആക്കി കൊടുക്കണില്ല. നിങ്ങൾക്ക് ഇനി ബട്ടറൊക്കെ തേച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. നമ്മൾ ഉള്ളിലെ ഫില്ലിങ് വെന്തതാണെന്ന് വെച്ചാൽ നമ്മൾ മേൽഭാഗം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഹൈപ്പ് എന്നതുണ്ടല്ലോ അതൊന്ന് കൊടുക്കണേ കേട്ടോ. കമൻറ്റ് കൊടുക്കുമ്പോൾ ഹൈപ്പ് എന്നുള്ളത് കാണും, അതിലൊന്ന് കൊടുക്കണേ. അപ്പോൾ അതാ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടുത്തതും ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എത്ര സോഫ്റ്റാണ് എത്ര ടേസ്റ്റി ആണെന്നുള്ളതും അത് ഞാനൊരു 2-3 ചുട്ടെടുക്കട്ടെ. 2 പുറം ഞാൻ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അത് വേണ്ട ഓയിൽ മതി എന്നുള്ളവർക്ക് ഓയിൽ തേച്ച് കൊടുക്കാം. പിന്നെ അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കണ പോലെ നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ 2ാമത്തതും റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇതാ 3ാമത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ചൂടോടെ ആണെങ്കിലും നല്ല സോഫ്റ്റാണ്. കണ്ടല്ലോ, നമുക്ക് എത്ര മടക്കി എടുക്കാനും പറ്റും, അത്രയും സോഫ്റ്റാണ്. അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരം ഇല്ലാണ്ട് മധുരത്തിലും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.